സിറ്റി വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കാഞ്ഞങ്ങാട്, സുൽത്താൻ ഗോൾഡ്, MG റോഡ്, കാസർഗോഡ്. ഫാൽക്കോ വെഡിംഗ് സെന്റർ, ഫാൽക്കോ ടവർ, കാഞ്ഞങ്ങാട്. പറക്കാട് ജുവൽ, ഫാൽക്കോ ടവർ, കാഞ്ഞങ്ങാട്. ഐവ സിൽക്സ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, കാഞ്ഞങ്ങാട്. നമസ്കാരം. പ്രധാന വാർത്തകൾ. വിദേശ കുത്തകകളുടെ കടന്നുകയറ്റം, വ്യാപാരികളുടെ പ്രതിഷേധം ശക്തം. കാഞ്ഞങ്ങാട്ട് വ്യാപാരി ഹർത്താൽ പൂർണ്ണം. തിരുകേശ വിവാദം കത്തുന്നു. അച്യുതാനന്ദനും പിണറായിക്കും രൂക്ഷ വിമർശനവുമായി കാന്തപുരം. ഭാവിക്കര തടയണയ്ക്ക് സ്ഥിരം തടയണയായില്ല. മണൽച്ചാക്കുകൾ വിഴുങ്ങുന്നത് ലക്ഷങ്ങൾ. പാണത്തൂർ മഞ്ഞടുക്കം തുളൂർവനത്ത് ഭഗവതി ക്ഷേത്ര കളിയാട്ടത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. ജില്ലയിലെത്തുന്ന പദ്ധതികൾ ലക്ഷ്യം കാണുന്നില്ല. പദ്ധതികൾ ഏറെയും പാതി വഴിയിൽ. ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ട ജയന് നാടിന്റെ അശ്രുപൂജ. വിശദമായ വാർത്തകളിലേക്ക്. വിദേശ കുത്തകകളുടെ കടന്നുവരവിനെതിരെ വ്യാപാരി ഹർത്താൽ. കടകളും കടന്നു മാർച്ച് നടത്തി. ചെറുകിട വ്യാപാര മേഖല വിദേശ കുത്തകകൾക്ക് തുറന്നു കൊടുക്കുന്നതിനെതിരെയാണ് വിവിധ വ്യാപാരി സംഘടനകൾ സമര രംഗത്തിറങ്ങിയത്. കാഞ്ഞങ്ങാട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമായിരുന്നു. വ്യാപാരികൾ പാർലമെന്റിലേക്ക് നടത്തിയ മാർച്ചിന്റെ ഭാഗമായാണ് ഹർത്താൽ ആചരിച്ചത്. വ്യാപാരികൾ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ നൂറുകണക്കിന് വ്യാപാരികൾ അണിനിരന്നു. വിദേശ കുത്തക മാഫിയ ഭരണം, വിദേശ കുത്തക മാഫിയ ഭരണം. പാർലമെന്റിൽ നടക്കില്ല, പാർലമെന്റിൽ നടക്കില്ല.
സമിതി സിന്ദാബാദ് ധർണ ഭാരതം ഒന്നായി പറയുന്നു ചെറുത്തു നിൽക്കും കട്ടായം അതിന്റെ മുന്നോടിയായിട്ടാണ് സംസ്ഥാന സമിതിയുടെ തീരുമാനപ്രകാരം ഇന്ന് കാഞ്ഞങ്ങാട് മേഖല അടിസ്ഥാനത്തിലുള്ള ഈ സ്വച്ഛാലിക് ധർണ ഇവിടെ സംഘടിപ്പിച്ചു. ഈ കേന്ദ്ര സർക്കാർ നേതൃത്വത്തിൽ കുറിച്ചൊരുക്കുന്ന ഈ സമരത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ സമരത്തിലേക്ക് സംസ്ഥാനവൽക്കരിച്ച വേളത്തിൽ അവിടെ കാഞ്ഞങ്ങാട് തിരികേശം വിഷയത്തിൽ കാന്തപുരവും CPM തുറന്ന പോരിലേക്ക്. അച്യുതാനന്ദനും പിണറായിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കാന്തപുരം രംഗത്തെത്തി. പ്രതിപക്ഷ നേതാവല്ല ഏതു നേതാവായാലും മതകാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ലെന്ന് കാന്തപുരം കാസർഗോഡ് പറഞ്ഞു. തിരുകേശത്തെക്കുറിച്ച് പിണറായി വിജയൻ നടത്തിയ പരാമർശത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും വിഷയമേറ്റെടുത്തോടെ കാന്തപുരം കൂടുതൽ രോഷത്തിലായിരിക്കുന്നു. പ്രതിപക്ഷ നേതാവല്ല ഭരണപക്ഷ നേതാവായാലും മതകാര്യത്തിൽ ഇടപെടേണ്ടതില്ലെന്ന് കാന്തപുരം പറഞ്ഞു. ഏത് നേതാവായാലും പ്രതിപക്ഷ നേതാവായാലും ഇനി ഭരണപക്ഷ നേതാവായാലും വേറെ അതിൽ വലിയ നേതാവായാലും ആര് പറഞ്ഞാലും വിഷയം ഒന്ന് തന്നെ. മതകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മതനേതാക്കളുണ്ടെന്നും രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രീയം നോക്കിയാൽ മതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അത് മതകാര്യത്തിൽ ഇടപെടാൻ രാഷ്ട്രീയക്കാർക്ക് അധികാരം ഇല്ല. മതപണ്ഡിതന്മാരാണ് അക്കാര്യം പറയേണ്ടത്. പിറവം ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണോ പിണറായി വിജയൻ ഇക്കാര്യത്തിൽ പ്രസ്താവന നടത്തിയത് എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായില്ല. അതിനിടെ കാന്തപുരം വിഭാഗത്തിന് നേരെ CPM അഴിച്ചുവിട്ട വിവാദ പ്രസ്താവന പ്രവർത്തകരിൽ ആശങ്കയും ആശയക്കുഴപ്പവും സൃഷ്ടിച്ചിട്ടുണ്ട്. പാർട്ടി മെമ്പർഷിപ്പും സുന്നി പ്രവർത്തനവും സജീവമായുള്ള നിരവധി പ്രദേശങ്ങൾ കേരളത്തിലുണ്ട്. ഇവർ ഈ വിഷയത്തിൽ ആർക്കൊപ്പം നിൽക്കുമെന്നാണ് ജനം ഉറ്റുനോക്കുന്നത്. പദ്ധതികൾ പാതിവഴിയിൽ പൊലിയുന്നത് കാസർഗോഡിന്റെ സ്വപ്നങ്ങൾ. ായ പദ്ധതികളാണ് കേന്ദ്രത്തിൽ നിന്നും കേരളത്തിലെ പിന്നോക്ക ജില്ലയായ കാസർഗോഡിന് ലഭിക്കുന്നത്. എന്നാൽ ആരുടെയൊക്കെയോ പിടിപ്പുകേട് കൊണ്ട് നമുക്ക് നഷ്ടമാകുന്നത് ജില്ലയുടെ വികസനമാണ്. വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്കായി വിവിധങ്ങളായ പദ്ധതികൾ വരുമ്പോൾ പ്രതീക്ഷയുടെ ഇത്തിരിവട്ടം പാവങ്ങളായ കാസർഗോഡുകാരിൽ തെളിയുമായിരുന്നു. എന്നാൽ സ്വാർത്ഥരായ ഉദ്യോഗസ്ഥരുടെ നിസ്സംഗമായ സമീപനം കൊണ്ട് കാസർഗോഡ് നിന്നും പുറങ്കാൽ കൊണ്ട് തട്ടിത്തെറിപ്പിച്ചത് വിദ്യാഭ്യാസ മേഖലയിലെ വളർച്ചയെയാണ്. ഇതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ് കേന്ദ്ര സർവകലാശാലയ്ക്ക് കീഴിലെ മെഡിക്കൽ കോളേജും കാഞ്ഞങ്ങാട്ടെ കേന്ദ്രീയ വിദ്യാലയവും. വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു കാഞ്ഞങ്ങാട്ടെ കേന്ദ്രീയ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. പഴയ ജില്ലാ ആശുപത്രിയിൽ 2 വർഷമായി പ്രവർത്തിച്ചു വരുന്ന കേന്ദ്രീയ വിദ്യാലയയിൽ ഈ വർഷം 1ാം ക്ലാസ് പ്രവേശനം നടത്തേണ്ടെന്ന കേന്ദ്ര ഉത്തരവ് നൽകുന്ന അപകടകരമായ സൂചന എന്തെന്ന് ഓരോ കാസർഗോഡുകാരനും മനസ്സിലാക്കണം. കേന്ദ്രീയ വിദ്യാലയത്തിൽ ലഭ്യമാക്കിയ സ്ഥലം കൈമാറ്റം നടന്നിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് 1ാം ക്ലാസ് പ്രവേശനം നിർത്തിവെച്ചത്. അതേസമയം ജനപ്രതിനിധികളുടെ പോരായ്മയാണ് ഇതിന് കാരണമെന്നാണ് വിദ്യാഭ്യാസ പ്രവർത്തകർ ആരോപിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പേ ലഭ്യമായ സ്ഥലം കൈമാറ്റ നടപടികൾക്ക് ബുദ്ധിമുട്ടില്ലെന്നും നിസ്സാര കാരണത്തിൻ്റെ പേരിൽ വടക്കൻ ജില്ല അവഗണിക്കപ്പെടുമ്പോൾ ഈ ജനപ്രതിനിധികൾ മൗനം പാലിക്കുന്നത് കുറ്റകരമായ അനാസ്ഥയാണെന്നും ഡോക്ടർ ഖാദർ മാങ്ങാട് പറയുന്നു. ഒരുപാട് കാലത്തെ മുറവിളികൾക്ക് ശേഷമാണ് കാഞ്ഞങ്ങാടിന് കേന്ദ്ര ഗവൺമെൻറ് ഒരു കേന്ദ്ര സ്കൂൾ സ്ഥാപിച്ചത്. അത് വന്നപ്പോൾ ഈ നാട്ടിൽ വലിയ ഉത്സവാന്തരീക്ഷമായിരുന്നു. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ സ്കൂളിന് തുടരാനുള്ള വിധി ഇല്ല എന്നാണിപ്പോൾ മാധ്യമങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ സ്കൂളിൽ ഈ വർഷം അഡ്മിഷൻ നടത്തണ്ട എന്ന് ഉത്തരവ് വന്നിരിക്കുന്നു. ഇത് ഈ നാടിനോടുള്ള വെല്ലുവിളിയാണ്, ഈ പ്രദേശത്തുകാരോടുള്ള കൊഞ്ഞനം കുത്തലാണ്. ഏറ്റവും കൂടുതൽ പിന്നോക്കാവസ്ഥയിൽ കഴിയുന്ന ഒരു പ്രദേശമാണ് കാസർഗോഡ് പ്രദേശം. അതിലേറ്റവും പിറകിൽ കാഞ്ഞങ്ങാട് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പ്രദേശത്തെ ആളുകളുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയെങ്കിലും അധികൃതർ ഈ സ്കൂൾ ഇത്തവണ തുടരാനും അതിൻ്റെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയുള്ള സ്ഥലം വിട്ടുകൊടുക്കുവാനും തയ്യാറാകണം. ഇത്തരം കാര്യത്തിൽ സാധാരണഗതിയിൽ ജനപ്രതിനിധികളാണ് വേണ്ട നടപടികൾ എടുക്കേണ്ടത്. സത്യത്തിൽ ഇപ്പോൾ കാണുന്നത് കുറ്റകരമായ അനാസ്ഥ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് ജനങ്ങൾ പറഞ്ഞാൽ അത് വെറുതെയല്ല. അത് MP ആയാലും പ്രദേശത്തെ MLA ആയാലും ആവശ്യമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ റവന്യൂ അധികൃതരിൽ നിന്നും സ്കൂളിന് ആവശ്യമായ സ്ഥലം പെട്ടെന്ന് തന്നെ ഏറ്റെടുക്കാനുള്ള സംവിധാനമുണ്ടാക്കണം എന്നാണ് പറയാനുള്ളത്. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയും മടിക്കൈ പഞ്ചായത്തും സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു കടലാസ് കൈമാറ്റത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ കേന്ദ്രീയ വിദ്യാലയം എന്ന സ്വപ്നത്തെ കെടുത്തിയിരിക്കുന്നത്.
കേന്ദ്ര സർവകലാശാലയ്ക്ക് കീഴിലെ മെഡിക്കൽ കോളേജ് വരുമെന്നും സ്വപ്നം കണ്ട കാസർഗോട്ടുകാർക്ക് അത്യാധുനിക സൗകര്യമുള്ള ആശുപത്രി എന്നത് സ്വപ്നം മാത്രമായി. 11ാം പഞ്ചവത്സര പദ്ധതിയിൽ ഒരു മെഡിക്കൽ കോളേജും കേന്ദ്ര സർവകലാശാലയ്ക്ക് കീഴിൽ വരില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കാസർഗോട്ടുകാർ വൈകി. എന്തുതന്നെയായാലും നാഴികയ്ക്ക് 40 വട്ടം കാസർഗോട്ട് കേന്ദ്ര മെഡിക്കൽ കോളേജ് വേണമെന്ന് അലമുറയിട്ട ജനപ്രതിനിധികളെപ്പോലും ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പീപ്പിൾസ് ഫോറം വിവരാവകാശ രേഖയിലൂടെ പുറത്തു കൊണ്ടുവന്നത്. കേന്ദ്ര സർവകലാശാല അധികൃതർ പറഞ്ഞത് മെഡിക്കൽ കോളേജ് കാസർഗോഡ് തന്നെയാണെന്നാണെങ്കിൽ വിവരാവകാശ രേഖ പറയുന്നത് കേന്ദ്ര സർവകലാശാലയുടെ മെഡിക്കൽ കോളേജ് പ്രൊപ്പോസൽ പത്തനംതിട്ടയിൽ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു. 222 കോടിയുടെ ബഡ്ജറ്റാണ് മെഡിക്കൽ കോളേജിനായി ആവശ്യപ്പെട്ടത്. ഇതിനു പിന്നിൽ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ചിലരുടെ ഉള്ളുകളികൾ പരിശോധിച്ചാൽ മാത്രം മതി. കേന്ദ്ര മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പീപ്പിൾസ് ഫോറം പ്രതിനിധി പ്രൊഫസർ വി ഗോപിനാഥൻ പറയുന്നത് ഇങ്ങനെ: കേന്ദ്ര സർവകലാശാലയുമായി ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജുകളും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജുകളും തുടങ്ങണ്ട എന്ന് എക്സ്പെൻഡിച്ചർ കമ്മിറ്റി ആവശ്യപ്പെട്ടതായിട്ട് ആ യോഗത്തെ അറിയിക്കുകയാണ് ഉണ്ടായത്. അതുപ്രകാരം കേന്ദ്ര സർവകലാശാലയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ മറ്റൊരു പ്രമേയത്തിലൂടെ ഇതിനോടനുബന്ധിച്ച് മറ്റ് മെഡിക്കൽ കോഴ്സുകൾ തുടങ്ങാനുള്ള പദ്ധതി ആവിഷ്കരിക്കാമെന്ന് കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് സമ്മതം നൽകിയായിട്ട് അറിയിക്കുകയുണ്ടായി. കാസർഗോഡ് കേന്ദ്ര സർവകലാശാല ആസ്ഥാനത്ത് നിന്ന് പോയതായി നമുക്ക് ഈ രേഖകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാകുന്നുണ്ട്. റെയിൽവേ വികസനത്തിൻ്റെ കാര്യത്തിലും ജില്ലയുടെ പിന്നോട്ട് പോക്ക് എടുത്തു പറയേണ്ടതാണ്. ആദർശ് റെയിൽവേ സ്റ്റേഷൻ എന്ന ചിലപ്പേരിൽ കാസർഗോഡ് അറിയപ്പെടുമെന്ന പ്രഖ്യാപനം കടലാസിൽ മാത്രമായി. മമതാ ബാനർജി റെയിൽവേ മന്ത്രിയായപ്പോൾ മാതൃകാ സ്റ്റേഷൻ എന്ന പ്രഖ്യാപനവും കടലാസിലായി. ഒരു അധിക ടിക്കറ്റ് കൗണ്ടറോ പ്ലാറ്റ്ഫോം നവീകരണമോ ഒന്നും എങ്ങും എത്തിയിട്ടില്ലെന്ന് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ആർ പ്രശാന്ത് കുമാർ പറയുന്നു. കാസർഗോഡ് നഗരത്തിലെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമായിട്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് 80% കേന്ദ്ര വിഹിതത്തിൽ കുടിവെള്ള പദ്ധതിക്ക് കാസർഗോഡ് നഗരസഭ പ്രപ്പോസൽ കൊടുത്തത്. അർബൻ ഡെവലപ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ മീഡിയം ആൻഡ് സ്മോൾ ടൗൺ എന്ന പദ്ധതിയിലാണ് 40 കോടി വകയിരുത്തിയ പ്രൊജക്ട് തയ്യാറാക്കിയത്. എന്നാൽ ഇത്രയും വലിയ കുടിവെള്ള പദ്ധതിയുടെ മലവെള്ളപ്പാച്ചിലിൽ പ്രൊജക്റ്റുകൾ ഉൾപ്പെടെ ഒലിച്ചുപോയി എന്ന വസ്തുത കാണാതിരിക്കാനാവില്ലെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി വിരമിച്ച സലാഹുദ്ദീൻ പറയുന്നു. ഇന്ന് ജില്ലയിലേക്ക് എത്തുന്ന ഏത് കേന്ദ്ര പദ്ധതിയും നടപ്പിലാക്കാൻ വൈകുന്നതിൽ പൂർണ്ണമായ ഉത്തരവാദിത്വം ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കുമാണെന്ന വസ്തുത നിലനിൽക്കെ അനുവദിക്കപ്പെട്ട വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ ബഹുജന സമരം അനിവാര്യമായി എന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സമരമുന്നണിയിലേക്ക് അണിനിരന്നാൽ മാത്രമേ വിദ്യാഭ്യാസ, ആരോഗ്യ, വ്യാവസായിക മേഖലയിൽ എന്നും അവഗണിക്കപ്പെടുന്ന വടക്കൻ ജില്ലയായ കാസർഗോഡിന് മുന്നോട്ട് പോകാൻ സാധിക്കൂ. കേന്ദ്ര പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ സംസ്ഥാനത്ത് കാസർഗോഡ് മാത്രമാണ് സ്ഥലം ലഭ്യമാകുന്നത് എന്ന ഒറ്റ കാര്യമാണ് കാസർഗോട്ടേക്ക് ഇത്രയും പദ്ധതികൾ ലഭ്യമാക്കാൻ തലപ്പത്തിരിക്കുന്നവരെ പ്രേരിപ്പിക്കുന്നത് എന്ന കാര്യവും വിസ്മരിച്ചുകൂടാത്തതാണ്. ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ട BJP പ്രവർത്തകൻ കൊളവയിലെ ജയന്റെ മൃതദേഹം സംസ്കരിച്ചു. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നൂറുകണക്കിന് ആളുകൾ എത്തിച്ചേർന്നു. രാവിലെ കൊളവയൽ വിവേകാനന്ദ വിദ്യാലയത്തിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കാണാൻ പാർട്ടി പ്രവർത്തകരും സുഹൃത്തുക്കളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി ആളുകൾ എത്തിച്ചേർന്നു. BJP നേതാക്കളായ മടിക്കൈ കമ്മാരൻ, SK കുട്ടൻ, KV രാമകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് PP നസീമ, വിവിധ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരും പങ്കെടുത്തു. വിലാപയാത്രയായി മൃതദേഹം വീട്ടുവളപ്പിൽ എത്തിച്ചു. തുടർന്ന് സംസ്കാര ചടങ്ങുകളും നടന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൻസൂർ ഹോസ്പിറ്റൽ ആരോഗ്യമേഖലയിൽ കിടപിടിക്കാനാകാത്ത നേട്ടങ്ങളോടെ മലബാറിന്റെ സ്പന്ദനമായി മാറിക്കഴിഞ്ഞ ആശയറ്റവന്റെ ആശാകേന്ദ്രമായി തീർന്ന മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ് വിശ്വസ്ത സേവനത്തിലൂടെ ജൈത്രയാത്ര തുടരുന്നു. ചികിത്സാ രംഗത്ത് രാജ്യാന്തരമായി ഉപയോഗിക്കുന്ന എല്ലാ നൂതന ഉപകരണങ്ങളുടെ സാധ്യതയും ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ കിടപിടിക്കാനാകാത്ത സേവനവും മാനേജ്മെന്റിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള നിശ്ചയദാർഢ്യവുമാണ് മൻസൂർ ഹോസ്പിറ്റലിന്റെ 2 ദശാബ്ദക്കാലത്തെ അസൂയാവഹമായ മുന്നേറ്റം. നവജാത ശിശുക്കളുടെ തീവ്ര പരിചരണ വിഭാഗം, നിയോ നാറ്റൽ ICU, വെന്റിലേറ്റർ, പീഡിയാട്രിക് വെന്റിലേറ്റർ, ഫോട്ടോതെറാപ്പി, വാമർ, സിയാം, കളർ ഡോപ്ലർ, ട്രെഡ്മിൽ, ഇൻക്യുബേറ്റർ, ലാപ്രോസ്കോപ്പിക് സർജറി സിസ്റ്റം, വെൽ എക്യുപ്ഡ് ആൻഡ് മോസ്റ്റ് ഹൈജീനിക് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ആത്മാർത്ഥ സേവനത്തോടെ ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പ്, ആംബുലൻസ്, ലിഫ്റ്റ് സൗകര്യം, വിദഗ്ധരായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും കേരള നഴ്സിംഗ് കൗൺസിലിന്റെയും അംഗീകാരമുള്ള നഴ്സിംഗ് സ്കൂൾ. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 22020707 lines. Mansoor Hospital. Dedication, determination and divinity. Falco Wedding Center.
കാഞ്ഞങ്ങാടിന്റെ ഹൃദയഭാഗത്തൊരു ഷോപ്പിംഗ് വിസ്മയം. ഫാൽക്കോ വെഡിംഗ് സെന്റർ, ഫാൽക്കോ ടവർ, കാഞ്ഞങ്ങാട്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. മറ്റാരും ഇതുവരെ അണിയാത്ത തരം ഡിസൈനുകൾ, അതും BIS ഹോൾമാർക്കുള്ള 916 സ്വർണ്ണത്തിൽ തീർത്തവ, IGI സർട്ടിഫൈഡ് ഡയമണ്ടോട് കൂടിയവ. പ്ലാറ്റിനം ആണെങ്കിൽ ഉറപ്പായും PGI സർട്ടിഫിക്കേഷൻ ഉള്ളവ. പിന്നെ ആജീവനാന്ത മെയിന്റനൻസ് ലഭിക്കുന്ന ആഭരണങ്ങൾ മാത്രം വാങ്ങുന്നു ഞാൻ. അത് മിതമായ പണിക്കൂലിയിലാണോ ലഭിക്കുന്നതെന്നും ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ എന്റെ സന്തോഷം ഇരട്ടിയാണ്. കാരണം ഇതെല്ലാം ഒരുമിച്ച് ലഭിക്കുന്ന ഒരു സ്ഥലം ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അത് മറ്റെങ്ങുമല്ല, നമ്മുടെ സ്വന്തം സുൽത്താൻ ഗോൾഡ് തന്നെ. 100% പരിശുദ്ധി, 100% വിശ്വസ്തം, 100% വൈവിധ്യം, അതിലുപരി മിതമായ പണിക്കൂലിയിൽ. ഇവയെല്ലാം ഒരുമിച്ച് സുൽത്താൻ ഗോൾഡിൽ നിന്ന് ലഭിക്കുമ്പോൾ ഞാനെന്തിനും മറ്റൊരു സ്ഥലം അന്വേഷിച്ചു പോകണം? Preserve values. Precious Gold. Sultan Gold. MG Road, കാസർഗോഡ്. വാർത്തകൾ തുടരുന്നു. അതിനു മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദേശ കുത്തകകളുടെ കടന്നുകയറ്റം, വ്യാപാരികളുടെ പ്രതിഷേധം ശക്തം. കാഞ്ഞങ്ങാട്ട് വ്യാപാരി ഹർത്താൽ പൂർണ്ണം. തിരുകേശ വിവാദം കത്തുന്നു. അച്യുതാനന്ദനും പിണറായിക്കും രൂക്ഷ വിമർശനവുമായി കാന്തപുരം. ഭാവിക്കര തടയണയ്ക്ക് സ്ഥിരം തടയണയായില്ല. മണൽച്ചാക്കുകൾ വിഴുങ്ങുന്നത് ലക്ഷങ്ങൾ. പാണത്തൂർ മഞ്ഞെടുക്കം തുളൂർവനത്ത് ഭഗവതി ക്ഷേത്ര കളിയാട്ടത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. ജില്ലയിലെത്തുന്ന പദ്ധതികൾ ലക്ഷ്യം കാണുന്നില്ല. പദ്ധതികൾ ഏറെയും പാതി വഴിയിൽ. ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ട ജയന് നാടിന്റെ അശ്രുപൂജ. ഉപ്പുവെള്ളം തടയാൻ ഭാവിക്കര പമ്പ് ഹൗസിന് കീഴിൽ വീണ്ടും താൽക്കാലിക തടയണ പണിയുന്നു. 8 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന തടയണയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. സ്ഥിരം തടയണ അനിശ്ചിതമായി നീണ്ടുപോകുമ്പോൾ ഓരോ വർഷവും ലക്ഷങ്ങളാണ് പൊതുഖജനാവിന് നഷ്ടമുണ്ടാക്കുന്നത്. കാസർഗോഡ് നഗരസഭയടക്കം ജില്ലയിലെ നിരവധി പഞ്ചായത്തുകളിലേക്ക് വെള്ളമെത്തിക്കുന്ന ഭാവിക്കര പമ്പ് ഹൗസിന് സമീപത്തേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാനാണ് വർഷം തോറും ആലൂരിൽ തടയണ നിർമ്മിക്കുന്നത്. ഭാവിക്കര പദ്ധതിക്കുള്ള സ്ഥിരം ബണ്ടിന്റെ നിർമ്മാണം വർഷങ്ങളായി മുരടിച്ചു നിൽക്കുമ്പോഴാണ് താൽക്കാലിക തടയണയ്ക്ക് വേണ്ടി വർഷം തോറും ലക്ഷങ്ങൾ പുഴയിൽ വലിച്ചെറിയുന്നത്. 8 ലക്ഷം രൂപയ്ക്കാണ് ഇത്തവണ കരാർ നൽകിയിട്ടുള്ളത്. എന്നാൽ ഇത് തുച്ഛമായ തുകയാണെന്നാണ് കരാറുകാരൻ പറയുന്നത്. 15 വർഷം മുമ്പ് ഇതേ രീതിയിലെ നിർമ്മാണത്തിന് 4 ലക്ഷമായിരുന്നു കരാർ. അന്ന് തൊഴിലാളികൾക്ക് 100 രൂപയിൽ താഴെ മാത്രമായിരുന്നു ദിവസക്കൂലി. എന്നാൽ ഇന്ന് ഒരു തൊഴിലാളിയുടെ കൂലി 500 രൂപയാണെന്നും കരാറുകാരൻ വ്യക്തമാക്കി. ആർക്കും ലാഭമില്ലെങ്കിൽ പിന്നെ വർഷാവർഷം എന്തിനീ നാടകം തുടരുന്നു എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല. സ്ഥിരം ബണ്ട് ഉടൻ പൂർത്തിയാകുമെന്നാണ് അധികൃതർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടെ ഓരോ വർഷവും ബണ്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ചാക്കുകൾ കടുത്ത പരിസ്ഥിതി ഭീഷണി ഉയർത്തുന്നതായും ആശങ്കയുണ്ട്. അടിഞ്ഞുകൂടുന്ന ചാക്കുകൾ പുഴയിൽ ദ്രവിക്കാതെ നിൽക്കുന്നു. ഇത് പുഴ നിവരുവാനും ജലസാന്നിധ്യം പിടിച്ചു നിർത്തുവാനുള്ള അതിൻ്റെ ശക്തിയെ ഇല്ലാതാക്കുമെന്നും ചൂണ്ടിക്കാട്ടുന്നു. സ്ഥിരം ബണ്ട് എന്ന സ്വപ്നം നീണ്ടു പോകുമ്പോൾ ഇനിയും നമ്മുടെ ഭരണാധികാരികൾ കുറേ ലക്ഷങ്ങൾ ഈ പുഴയിലേക്ക് വലിച്ചെറിയും. ബദിയടുക്കയിൽ സ്ഫോടക വസ്തു കണ്ടെത്തിയ സംഭവം പ്രതി കുടുംബസമേതം ഒളിവിൽ. അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ്. പെർളയിൽ സ്ഫോടക വസ്തു പിടിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് സ്ഫോടക വസ്തു കടത്തുകയായിരുന്ന കാറുടമ കർണാടക പുത്തൂർ കടബ അലങ്കാറിലെ മുഹമ്മദിന്റെ വീട്ടിൽ ബദിയടുക്ക പോലീസ് എത്തിയെങ്കിലും വീട് പൂട്ടിയ നിലയിലായിരുന്നു. ഇതിനെ തുടർന്ന് പുത്തൂർ പോലീസിന്റെ സഹായത്തോടെ മുഹമ്മദിന്റെ ഭാര്യയുടെ ഉപ്പിനങ്ങടിയിലുള്ള വീട്ടിലെത്തിയെങ്കിലും അവിടെയും വീട്ടുകാർ വീട് പൂട്ടി സ്ഥലത്തു നിന്നും മാറി നിൽക്കുകയായിരുന്നു. തുടർന്ന് ബന്ധുവീട്ടിൽ അന്വേഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പാണത്തൂർ മഞ്ഞെടുക്കം തുളൂർവനത്ത് ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. വെറ്റിലടക്ക കൊടുക്കൽ ചടങ്ങ് നടന്നു. കളിയാട്ടത്തിന്റെ പ്രാരംഭ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടന്നു. കാട്ടൂർ തറവാട് കാരണവരിൽ നിന്നും നേക്കണീശൻ അവകാശിക്കും വണ്ണാൻ സമുദായത്തിലെ ആചാരക്കാർക്കും വെറ്റിലടക്ക കൊടുക്കൽ ചടങ്ങ് നടന്നു. വ്യാഴാഴ്ച മാഞ്ഞാലമ്മ ദേവിയും നാട്ടുകാരുടെ കലശവും മാഞ്ചേരി മുത്തപ്പനും നടക്കും.
വെള്ളിയാഴ്ച പകൽ 1 മണിക്ക് പാണത്തൂർ കാട്ടൂർ വീട്ടിൽ പൂക്കാർ എത്തിച്ചേർന്നു. തുടർന്ന് പൂക്കാർ മഞ്ഞടുക്കത്തേക്ക് പുറപ്പെടും. വൈകിട്ട് 6 മണിക്ക് മുന്നായരീശ്വരൻ്റെ വെള്ളാട്ടം, രാത്രി കരിന്ദ്രായർ, പുലിമാരൻ, വേട്ടക്കുരുമകൻ ദൈവങ്ങളുടെ വെള്ളാട്ടം അരങ്ങിലെത്തും. തിങ്കളാഴ്ച 7-ാം ദിവസത്തിലെ കളിയാട്ട ദിനത്തിൽ വൈകിട്ട് 4 മണിക്ക് മുന്നായർ ഈശ്വരൻ തിരുമുടിയെടുക്കുന്നു. ചൊവ്വാഴ്ച തുളൂർവനത്ത് ഭഗവതി അമ്മ അരങ്ങിലെത്തും. സമൃദ്ധി ആത്മാ കാർഷികോത്സവത്തിന് 23-ന് തുടക്കം കുറിക്കും. കാർഷിക അനുബന്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാങ്കേതിക ജ്ഞാനം ലഭ്യമാക്കുന്നതിനാണ് പരിപാടി ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായത്തോടെ പ്രവർത്തിച്ചു വരുന്ന കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ഫിഷറീസ് എന്നിവ വകുപ്പുകളുടെ സംയുക്ത സംരംഭമാണ് അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെൻറ്റ് ഏജൻസി. ഈ ഏജൻസിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കാർഷികാനുബന്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് സാങ്കേതിക ജ്ഞാനം ലഭ്യമാക്കുന്നതിനായാണ് ആത്മ പദ്ധതി നടപ്പിലാക്കുന്നത്. കൃഷിയോടും മറ്റ് കാർഷിക മേഖലയോടുമുള്ള ഇന്നത്തെ പൊതുവായ സമീപനത്തിൽ മാറ്റം വരുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് ആത്മ ഫെബ്രുവരി 23 മുതൽ 25 വരെ കറന്തക്കാടുള്ള സീഡ് ഫാമിലാണ് പരിപാടി നടത്തുന്നത്. ജില്ലാതല കാർഷിക പ്രദർശനവും കിസാൻ മേളയും ആത്മയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. വിവിധ വകുപ്പുകളെ കൂട്ടിയിണക്കിക്കൊണ്ട് നടത്തുന്ന പ്രദർശനത്തിൽ കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരം, ഫിഷറീസ് തുടങ്ങിയ വകുപ്പുകൾക്ക് പുറമെ മറ്റ് സംസ്ഥാന വകുപ്പുകളുടെയും NGOകളുടെയും കാർഷികാനുബന്ധ സ്ഥാപനങ്ങളുടെയും മറ്റുമായി 60ഓളം സ്റ്റാളുകൾ ഒരുക്കുന്നുണ്ടെന്ന് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ തിരുമനേശ്വര ഭട്ട് പറഞ്ഞു. കിസാൻ മേളയുടെ ഭാഗമായി ജില്ലയിലെ വിവിധ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരിൽ ബ്ലോക്ക് തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 30 പേരെ 10,000 രൂപ വീതം ഫാർമർ അവാർഡ് ആയി നൽകി ആദരിക്കും. ജില്ലാതലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 5 ആത്മ ഗ്രൂപ്പുകൾക്ക് 20,000 രൂപ വീതവും നൽകും. കർഷക അവാർഡുകൾ കാർഷിക പ്രദർശനത്തിൻ്റെയും കിസാൻ മേളയുടെയും ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന കൃഷി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി KP മോഹൻ്റെ സാന്നിധ്യത്തിൽ വിതരണം ചെയ്യും. ജില്ലാതല എക്സിബിഷൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് P. കരുണാകരൻ MP മുഖ്യ രക്ഷാധികാരിയായും ജില്ലയിലെ എല്ലാ MLA-മാരും, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ എന്നിവർ രക്ഷാധികാരികളായും, ജില്ലാ കളക്ടർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാനായും, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ജനറൽ കൺവീനറായും സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. തിരുമലേശ്വര ഭട്ട്, റോസ് പോൾ, ഇൻഫർമേഷൻ ഓഫീസർ അബ്ദുൾ റഹ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള ഫിലിം ഓഡിയൻസ് കൗൺസിൽ വീഡിയോ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. പെരിയ സ്വദേശി K. രവികുമാറിനും അവാർഡ്. ടെലിസിനിമയ്ക്കുള്ള അവാർഡുകളിൽ മികച്ച 2ാമത്തെ ചിത്രമായി K. രവികുമാർ നിർമ്മിച്ച് സംവിധാനം ചെയ്ത മക്കൾക്ക് വേണ്ടിയും നേടുകയുണ്ടായി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. അച്ഛാ, ഇതാ ഗുളിക. എന്താ മോളെ കണ്ണ് നിറഞ്ഞിരിക്കണ? അത് വേണ്ട. മക്കൾക്ക് വേണ്ടിയുടെ ടെലിസിനിമയിലെ ഛായാഗ്രാഹകൻ രാഹുൽ കല്ലായിയും സമ്മാനിതനായി. ഒരു ഇടവേള കൂടി. ഞാൻ അന്തേ പറഞ്ഞില്ലേ, ഒരിക്കൽ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ABC ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന്. ഇന്റർനാഷണൽ കമ്പനികളായ റോക്ക, RAK, സൊമാനി, കജാരിയ, ഗ്രോഹെ, ജാഗ്വർ, പാരിവെയർ, ജോൺസൺ, ഏഷ്യൻ മുതലായ ബ്രാൻഡഡ് കമ്പനികളുടെ ലോകോത്തര ഉൽപ്പന്നങ്ങൾ. അതെ, നിങ്ങളും ഒരു വീടിനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ മറക്കാതെ ABCയുടെ ഷോറൂം സന്ദർശിക്കുക. ABC സെയിൽസ് കോർപ്പറേഷൻ, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഇനി വീടിനും അകത്തളങ്ങൾക്കും ആരും കൊതിക്കുന്ന സ്വപ്നഭംഗി. തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങളുടെയും ഗ്യാരണ്ടി ആഭരണങ്ങൾ, പേൾ, സ്റ്റോൺ, വൈറ്റ് ഗോൾഡ് ആഭരണങ്ങൾ തുടങ്ങി ഫാഷൻ ഡിസൈനിങ്ങിന് ആവശ്യമായ മെറ്റീരിയലുകളുടെയും കമനീയ ശേഖരം. മിനാർ ജ്വൽസ്. കൂടാതെ ജ്വൽ മേക്കിംഗ്, സാരി ഡിസൈനിംഗ്, മെഹന്തി ഡിസൈനിംഗ് എന്നിവയ്ക്കുള്ള ട്രെയിനിംഗ് ക്ലാസുകളും. മിനാർ ജ്വൽസ്, ബംഗാച്ചേരി കോംപ്ലക്സ്, കാഞ്ഞങ്ങാട്. തനി തങ്ക പൊൻവെട്ടം, കനവിൽ പൊൻതൂവൽ നൽകും തങ്കത്തിൻ സ്പർശം. സിറ്റി ഗോൾഡൻ ശേലുള്ള പൊന്ന്, മഞ്ചിവൾ കേകും അഴകുള്ള പൊന്ന്. City Gold, കാഞ്ഞങ്ങാട്, കാസർഗോഡ്, നിപ്പുള. The glow of purity. ഇവിടുത്തെ ഫർണിച്ചറുകളെല്ലാം എത്ര മനോഹരമായിരിക്കുന്നു അല്ലേ? അതെ, ഇതൊക്കെ ആരുടെ സെലക്ഷനാ? സെലക്ഷനിൽ എന്തിരിക്കുന്നു, ഫർണിച്ചറിലല്ലേ കാര്യം.
ഇവിടെയുള്ള എല്ലാ ഫർണിച്ചറുകളുടെയും ഫുൾ ക്രെഡിറ്റ് മെട്രോക്കാണ്. ഏറ്റവും മികച്ച തടികളിൽ അത്ഭുതപ്പെടുത്തുന്ന ഫിനിഷിംഗിൽ ഏതു കാലാവസ്ഥയിലും നിലനിൽക്കുന്ന ഫർണിച്ചറുകളുടെ കമനീയ ശേഖരം. ഗ്ലോബൽ ഫർണിച്ചേഴ്സ്, കിച്ചൺ സെറ്റ്സ്, ബെഡ്റൂം സെറ്റ്സ്, വാർഡ്രോബ്, ഡൈനിങ് ടേബിൾ സെറ്റ്സ്, ഡിസ്പ്ലേ അൽമിറ ആൻഡ് ഇമ്പോർട്ടഡ് ഫർണിച്ചേഴ്സ്. നമുക്കും ഫർണിച്ചർ മേടിക്കാൻ മെട്രോയിലേക്ക് പോവാലോ? ഞങ്ങളും ഇന്ന് തന്നെ മെട്രോയിലേക്ക് പോവുകയാണ്. നിങ്ങളോ? നിങ്ങളുടെ സ്വപ്നഗൃഹങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെട്രോ ഫർണിച്ചർ വേൾഡ്, അതിഞ്ഞാൽ കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. കാഞ്ഞങ്ങാട് യത്തീംഖാന മദ്രസ മിലാദ് ഫെസ്റ്റ് സമാപിച്ചു. വിവിധ പരിപാടികൾ നടന്നു. സമാപന സമ്മേളനം അബുദാബി കമ്മിറ്റി അംഗം VP കുഞ്ഞബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സഹോദരിമാരെയും നമ്മുടെ പിഞ്ചുകുട്ടികളെയും എത്രയും പെട്ടെന്ന് പരിപാടി അവസാനിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സമ്മാനദാനങ്ങൾ നൽകിക്കൊണ്ട് പരിപാടി അവസാനിപ്പിക്കണം എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. നമ്മുടെ പ്രവാചകന്റെ ജന്മദിനം ലോകമെമ്പാടും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായാണ് നമ്മുടെ ഈ പരിപാടിയും സംഘടിപ്പിച്ചിട്ടുള്ളത്. ആഘോഷങ്ങൾക്ക് രൂപത്തിലും ഭാവത്തിലും വ്യത്യസ്തതയുണ്ടെങ്കിലും അടിസ്ഥാനപരമായി അള്ളാഹുവിൻ്റെ പ്രവാചകനോടുള്ള അദമ്യമായ ആഗ്രഹത്തിൽ നിന്ന് ഉടലെടുത്ത പരിപാടികളാണ് ഇത്തരം പരിപാടികൾ. A. ഹമീദ് ഹാജി അധ്യക്ഷത വഹിച്ചു. PK അബ്ദുള്ള കുഞ്ഞി, അബൂബക്കർ കൊളവയൽ, MK റംസാൻ ഹാജി, അഹമ്മദ് ദിർമാനി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പരിപാടികൾ നടന്നു. കാഞ്ഞങ്ങാട് ജെയ്സീസ് ആതിഥ്യമരുളുന്ന 7ാമത് ഫ്ലവർ ഷോ ഫെബ്രുവരി 23 മുതൽ മാർച്ച് 4 വരെ നടക്കും. കാഞ്ഞങ്ങാട് കൈലാസ് തിയേറ്ററിനടുത്തുള്ള സിറ്റി ഗോൾഡ് മൈതാനിയിലാണ് ഫ്ലവർ ഷോ നടക്കുന്നത്. പരിപാടികളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി കാഞ്ഞങ്ങാട് ജെയ്സീസ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫ്ലവർ ഷോയുടെ ഉദ്ഘാടനം 24 വൈകിട്ട് 6:30 നഗരസഭാ ചെയർപേഴ്സൺ ഹസീന താജുദ്ദീൻ നിർവഹിക്കും. ചടങ്ങിൽ ഇന്ത്യൻ ജെയ്സീസ് നാഷണൽ പ്രസിഡന്റ് വിശിഷ്ട അതിഥിയായിരിക്കും. പുഷ്പഫല സസ്യ പ്രദർശനത്തിനായി 15ഓളം സ്റ്റാളുകളും 50ഓളം കൊമേഴ്ഷ്യൽ സ്റ്റാളുകളും ഒരുക്കും. വെഹിക്കിൾ എക്സ്പോ, ചിൽഡ്രൻസ് അമ്യൂസ്മെന്റ്, കലാസാംസ്കാരിക പരിപാടികളും നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഗ്രൗണ്ടിൽ ഇപ്പോൾ ബിൽഡിംഗ് ഓൾറെഡി പണിതുകൊണ്ടിരിക്കുന്നതിൽ നമ്മുടെ ഗ്രൗണ്ട് ഇപ്രാവശ്യം കൈലാസ് തിയേറ്ററിൻ്റെ വടക്ക് ഭാഗത്തേക്കുള്ള സിറ്റി ഗോൾഡ് ഗ്രൗണ്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഫ്ലവർ ഷോ ഫെബ്രുവരി 23 മുതൽ മാർച്ച് 4 വരെ സിറ്റി ഗോൾഡ് ഗ്രൗണ്ടിൽ നടക്കും. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഫെബ്രുവരി 24 നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ ജെയ്സീസ് ഫ്ലവർ ഷോ ചെയർമാൻ NR പ്രശാന്ത്, ജെയ്സീസ് ഫ്ലവർ ഷോ കൺവീനർ V രാജേഷ്, പബ്ലിസിറ്റി ചെയർമാൻ ജെയ്സീസ് തയൂബ് സ്പാർക്ക്, KV സുരേഷ് ബാബു, K ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു. പാണത്തൂർ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ CITUവിൻ്റെ ആഭിമുഖ്യത്തിൽ അന്തർ സംസ്ഥാന വോളി മത്സരം സംഘടിപ്പിച്ചു. വാശിയേറിയ മത്സരം കാണാൻ നൂറുകണക്കിന് കായിക പ്രേമികൾ എത്തിയിരുന്നു. വോളി മത്സരം CPIM നേതാവ് VK രാജൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള ടീമുകളുടെ പ്രദർശന മത്സരത്തോടെയാണ് മത്സരങ്ങൾക്ക് തുടക്കമായത്. ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. മത്സരത്തിൽ ഗ്രീൻ ഫോർട്ട് പള്ളിക്കാൽ ജേതാക്കളായി. ഫ്രണ്ട്സ് പാണത്തൂർ 2ാം സ്ഥാനം നേടി. മികച്ച കളിക്കാരായി അസീസ്, പ്രഭാകരൻ, ജയലാൽ, പ്രതീഷ് എന്നിവരെ തിരഞ്ഞെടുത്തു. വിജയികൾക്ക് CPM ലോക്കൽ സെക്രട്ടറി P തമ്പാൻ സമ്മാന വിതരണം നടത്തി. ഐസ്ലാൻഡ് ദ ചില്ലിംഗ് സോൺ പ്രവർത്തനം തുടങ്ങി. കാഞ്ഞങ്ങാട് നഗരത്തിലെ ഹൃദയഭാഗത്തുള്ള മാസ് കോംപ്ലക്സിലാണ് ഐസ്ലാൻഡ് ദ ചില്ലിംഗ് സോൺ പ്രവർത്തനം തുടങ്ങിയത്. ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദേശ കുത്തകകളുടെ കടന്നുകയറ്റം, വ്യാപാരികളുടെ പ്രതിഷേധം ശക്തം. കാഞ്ഞങ്ങാട്ട് വ്യാപാരി ഹർത്താൽ പൂർണ്ണം. തിരുകേശ വിവാദം കത്തുന്നു. അച്യുതാനന്ദനും പിണറായിക്കും രൂക്ഷ വിമർശനവുമായി കാന്തപുരം. ഭാവിക്കര തടയണയ്ക്ക് സ്ഥിരം തടയണയായില്ല. മണൽച്ചാക്കുകൾ വിഴുങ്ങുന്നത് ലക്ഷങ്ങൾ. പാണത്തൂർ മഞ്ഞടുക്കം തുളൂർവനത്ത് ഭഗവതി ക്ഷേത്ര കളിയാട്ടത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം.
ജില്ലയിലെത്തുന്ന പദ്ധതികൾ ലക്ഷ്യം കാണുന്നില്ല. പദ്ധതികൾ ഏറെയും പാതി വഴിയിൽ. ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ട ജയന് നാടിന്റെ അശ്രുപൂജ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.